ഇന്ന് അങ്ങനെ ഒരു റൈഡ് പോകാനായിട്ട് നിൽക്കുകയാണ്. രാവിലെ തന്നെ എണീറ്റ് നേരെ മാമലക്കണ്ടത്തേക്ക്. പക്ഷെ പോണത് ഒറ്റയ്ക്കല്ല കേട്ടോ, ഞങ്ങളുടെ ക്ലബ്ബ് വഴിയാണ്. അപ്പോൾ എന്നെ കമ്പനിക്കാരെന്തേ അത്താണിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നേരെ ആലുവ യമഹ ഷോറൂമിലേക്ക്. അവിടെ നിന്നാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് ബ്ലൂ സ്ട്രീക്സിൻ്റെ സ്പോൺസർഷിപ്പിലുള്ള റൈഡിലാണ്. ആലുവ എന്നൊരു ഗ്രൂപ്പ്, എറണാകുളത്തു നിന്നൊരു ഗ്രൂപ്പ്, തൊടുപുഴയിൽ നിന്ന് വേറൊരു ഗ്രൂപ്പ്. ഞാൻ വന്നോളാം. താക്കോലോടെ പോയി കൊതവങ്കരല്ലേ. സ്റ്റോറേജ് കുറവാ ക്യാമറയുടെ, കണ്ടതൊക്കെ കിട്ടിയാൽ തരുത്. അങ്ങനെ ദേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ മാമലക്കണ്ടത്തേക്ക്. അങ്ങനെ ഇടയ്ക്ക് വെച്ച് എറണാകുളം ഗ്രൂപ്പിന് ജോയിൻ ചെയ്ത്. ഇപ്പോൾ നമ്മുടെ കൂടെ എറണാകുളം ഗ്രൂപ്പും കൂടി ഉണ്ട്, ഇനി തൊടുപുഴയിലെ ഗ്രൂപ്പും കൂടി ഉണ്ട്. അങ്ങനെ അവരെ നമ്മൾ പോണ വഴിക്ക് മീറ്റ് ചെയ്യും. എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് നേരെ മാമലക്കണ്ടത്തേക്ക്. എന്നാടാ ഇവിടേക്കുള്ളു കുറേ നേരം പോസ്റ്റായാ കൊലി കോട്ട. അങ്ങനെ അതേ ബ്ലൂ സ്ട്രീക്സിൻ്റെ തൊടുപുഴ ഗ്രൂപ്പും കൂടി ജോയിൻ ചെയ്ത് നേരെ മാമലക്കണ്ടത്തേക്ക്. ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ മൂന്നാർ റൂട്ടിലേക്കാണ്. അതിൽ അടിമാലിക്ക് മുമ്പ് ലെഫ്റ്റ് കട്ട് ചെയ്ത് കയറി നേരെ മാമലക്കണ്ടത്തേക്ക്. അങ്ങനെ മാമലക്കണ്ടം കയറിട്ടോ. മാമലക്കണ്ടം പിന്നെ റൂട്ട് പറയണ്ടല്ലോ, എന്തായാലും കാണാനും നല്ല രസമാണ്, കാടും പിടിച്ച് കിടക്കുന്നു. അങ്ങനെ ആ വൈബിലേക്ക്. ഈ റൂട്ടിൽ കൂടെ ഏറ്റവും നല്ലത് ഒറ്റയ്ക്ക് തന്നെ പോകാനാണ്. ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരായിട്ട് പോകുമ്പോഴാണ് ആ ഒരു പ്രകൃതി ആസ്വദിക്കാൻ പറ്റുന്നത് അപ്പോഴാണ്. ഇപ്പോൾ ക്ലബിൻ്റെ ഗ്രൂപ്പ് ആ ഒരു വൈബിലാണ്. അവിടെ വണ്ടി ഇറക്കാൻ പറ്റിയ സ്പോട്ടാണോ? എടാ നമുക്ക് പോയാലോ, യുമാരെ പിന്നെ നമുക്ക് മീറ്റ് ചെയ്യാം. ഇപ്പൊ പോയാലോ? ഇപ്പൊ പോ, വണ്ടി ഇറക്ക്. കേട്ടില്ലടാ.
വണ്ടി എടുത്ത് വെറുതെ പോയിട്ടൊന്നല്ല. ബാ, അവന്മാരെ പിന്നെ നമുക്ക് ജോയിൻ ചെയ്യാം. ബാടൊക്കെ ഇപ്പൊ വരാം. ബാടാ, വെറുതെ എത്തിയിട്ട് വേടാ. എന്തായാലും ഇവന്മാരുടെ ഒപ്പം തന്നെ എത്തും നമ്മള്. വരാം ഒരു മിനിറ്റ്. ഇപ്പോൾ വരാം, 5 മിനിറ്റ് വരാം. 5 മിനിറ്റ് വരാം. വിട്ടോ. മാമലക്കണ്ണ റൂട്ടിൽ പോകുമ്പോൾ റോഡ് സൈഡിൽ അത്യാവശ്യം കൊള്ളാൻ നല്ല അരുവികളൊക്കെ കിടക്കുന്നുണ്ട്. കാണും വണ്ടി ഇറക്കാൻ എന്തായാലും തോന്നും. അപ്പോൾ ചെറുതായിട്ടൊന്ന് മുങ്ങി അഞ്ചോനും കൂട്ടി വിളിച്ച് സ്പോട്ടൊന്ന് കാണാൻ പോവാ. വീഴാവോ കര ഇറക്കാന്. എടാ കുഴി വീണടാ. ബാടാ ഇങ്ങോട്ട് തള്ളിത്താ. തള്ളി ഓക്കേ പോരാടാ. ഇടിഞ്ഞു പൊടിഞ്ഞ് വീടല്ലേ ദൈവമേ. സ്പോട്ട് കാണാൻ കൊള്ളാം. വണ്ടിയൊക്കെ ഇറക്കാനും ഒന്ന് കുളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. എടാ എന്നൊന്ന് വലിച്ചേടാ. എടാ വീട് കൊടുക്കാം. ഒന്ന് ഞാനും കൂടി വെക്കട്ടെ ഓപ്പോസിറ്റ്. ഒളിയോ എടാ ഞാൻ കുഴി വീഴൂടാ. എൻ്റെ ഷൂ ഒക്കെ കയറി. അവന്മാരൊപ്പം എന്തായാലും ജോയിൻ ചെയ്യാൻ പറ്റും. എടാ ഒന്ന് വലിയ ഒന്ന് വാടാ. വലിക്കുക. എടാ ഞാനിവിടെ പെട്ടിടക്കാണ്. ഇവനെ ഇങ്ങോട്ട് തോറ്റ് അടുക്കളയില്ലല്ലോ. ഒളിയോ ഒന്ന് വാടാ. എടാ ഒന്ന് വലിച്ചാൽ മതി. എൻ്റെ എടാ അത് നിൽക്കട്ടെ. അവിടേക്ക് എടാ എന്തൊന്നും വലിക്കണം. എടാ എൻ്റെ വണ്ടി ഒന്ന് വലിക്കാൻ ബാക്കിലേക്ക്. മതി ഇനി തിരിഞ്ഞോളൂ. ഓക്കെ സെറ്റ് മതി. ഇവിടെ വരെ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടണ്ടേ. എടാ നല്ല പിക്ക് എടുത്തേക്കട്ടാ. DRനെ വെച്ച് 2 പിക്ക് എടുക്ക്. ഞാനപ്പോഴേക്കൊന്ന് വരാം. ഈശോ അടിഞ്ഞൊളിഞ്ഞ് വീടല്ലേ. ആഹാ ആനപ്പിണ്ടോള. ഇറക്കണോ വലിക്കണോ? അതെ ആ കുഴി അറിയാലോ. ആ കുഴിയിലാണെന്ന് പെട്ടെ. ആ കുഴിയാണ് ഞാൻ പെട്ടെ. ഈശ്വര തന്നെയാണോടാ. ഓ ബൂട്ട്സ് എന്തായാലും നനഞ്ഞ് കുളിച്ചിട്ടുണ്ട്. ഇനി നേരെ ഞങ്ങൾ മുങ്ങിയ ഗ്രൂപ്പിലേക്ക് പോയി ജോയിൻ ചെയ്യണം. എവിടെ കിടക്കാണെന്നറിയില്ല. ഇനി ഒറ്റ പറപ്പിക്കലല്ലാതെ വേറെ വഴിയില്ല. എവിടെ പോയിന്നറിയില്ല, എവിടെയാണെന്നറിയില്ല. അപ്പം നേരെ പറപ്പിച്ച്
മിസ്സായ ഗ്രൂപ്പിൽ പോയിട്ട് കറക്റ്റ് ടൈമിൽ തന്നെ പോയിട്ട് ജോയിൻ ചെയ്യണം. അതെ, KSRTC ഒക്കെ ഉണ്ട്. അവർ എത്തുമ്പോഴേക്കും നമ്മളെന്തായാലും ജോയിൻ ചെയ്യും. KSRTC വന്നത് ഇതിക്കൂടെ ഈ റൂട്ടിൽ കൂടെ. അയ്യോ, ഒരു വീതിയില്ലാത്ത റൂട്ടിൽ കൂടെ പോയാൽ ഞാൻ ഇടിഞ്ഞു പൊടിഞ്ഞ് വീഴാൻ പോകുന്നു. പോയില്ല, ചത്തില്ലടാ. ഇന്നലെ നമ്മൾ ഇത്രയ്ക്ക് പറപ്പിച്ചു വന്നിട്ട് മറ്റേ കുറച്ച് സമയം കളഞ്ഞു. ഇല്ല, ഒന്നും പറയണമെന്നില്ല. ഈശ്വര, ട്രാവലർ പെട്ടല്ല. നിറച്ച അനപ്പിണ്ടം. ഇടിഞ്ഞു പൊടിഞ്ഞ് വീണ കണ്ടന്റായി. എൻ്റെ വണ്ടിയുടെ കോലം അവസ്ഥ ഒന്ന് പൊക്കോട്ടെ. പോയേ. എടാ, എത്തിയടാ. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു. പാർപ്പിച്ചാണെങ്കിൽ എത്തി. ഒരുവിധം മിക്ക വീഡിയോ എടുക്കുന്നത് Insta360 എന്നാണ്. ഇതേപ്പം എൻ്റെ കൂടെ ഉള്ളത് അഞ്ജോയും ഇതേപ്പുറത്തെ നിയോ ആണ്. നമ്മുടെ പഴയ ഗഡീസാണ് രണ്ടെണ്ണങ്ങളും. ഇതാണ് ഇന്നത്തെ റൈഡിലുള്ള മൊത്തം യമഹ വണ്ടികൾ. ആലുവ അങ്കമാലി സൈഡിൽ നിന്നുള്ള വണ്ടികൾ, തൊടുപുഴ സൈഡിലെ വണ്ടികൾ, എറണാകുളം സൈഡിലെ വണ്ടികൾ, അങ്ങനെ എല്ലാം ഒരുമിച്ച് ഉണ്ട്. ഇവിടെ ചെറിയൊരു മീറ്റിംഗ്, എന്നിട്ട് നേരെ മാമലക്കണ്ണ സ്കൂളിലേക്ക്. പീസ് ഔട്ട്. അങ്ങനെ മാമലക്കണ്ടം സ്കൂളെത്തി. മാമലക്കണ്ടം എന്ന് പറയുമ്പോൾ ഈ സ്കൂളാണ് ഈ സ്പോട്ടിലെ മെയിൻ ഹൈലൈറ്റ്. ആ സ്കൂളിൻ്റെ ഫ്രണ്ടാണ് മാമലക്കണ്ടത്തിൻ്റെ ഒരു മെയിൻ സ്പോട്ട് എന്ന രീതിയിൽ ഏത് ഫോട്ടോ എടുത്താലും സെർച്ച് ചെയ്താലും എങ്ങനെ തപ്പിയാലും കിട്ടണത് മാമലക്കണ്ടം സ്കൂളാണ്. അങ്ങനെ ഇന്നത്തെ മെയിൻ റൈഡ് അങ്ങനെ അവസാനിച്ചിരിക്കുന്നു. ഇനി സ്കൂളിൽ നിന്ന് പിന്നെ ഞങ്ങൾ ഞങ്ങളുടേതായ ഗ്രൂപ്പായിട്ട് പിരിയാണ്. നേരേക്കോളാം, ഞാനേ ഇവിടെ നിന്ന് ഓരോ കൊണ്ട് പോട്ടെ, വരാം. അവിടെ ചെറുതായിട്ടൊരെണ്ണമുണ്ട്, നോക്കട്ടെ. നിങ്ങൾക്ക് ഞാനിവിടെ ഒന്ന് ഇറക്കാൻ പോകുന്നു. എന്തായാലും കുറവുണ്ട്. വെള്ളം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വണ്ടി ഇറക്കാൻ എന്ത് ആവേശം എന്നറിയോ. ചേടാ, വിചാരിച്ചതിനേക്കാൾ ഉണ്ടല്ലോ. അവിടെ എങ്ങനെയാവോ, എത്ര ആഴം വരെ പോകുന്നു നോക്കട്ടെ. വേറെ പണിയൊന്നുമില്ലല്ലോ. തെന്നുണ്ട്, നല്ല വഴുക്കലുണ്ട്. അപ്പുറത്തോടെ സ്പോട്ട് ഉണ്ട്, അവിടേക്ക് തന്നെ പോകണം. പക്ഷെ ഇവിടെ വെള്ളം കണ്ടു കഴിഞ്ഞപ്പോൾ ഇറക്കാനൊരു ആവേശമേ. ബെറ്ററാ. എനിക്കൊരു തള്ളൽ വേണം. ഒരു തള്ളലേ, ഞാൻ ഒന്ന് രക്ഷപ്പെടട്ടെ. എൻ്റെ പൊന്നേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞ വേണ്ടെന്ന്. ഓക്കെ അല്ലേ? Insta360 ചാർജ് വരുന്ന ഒരു 10 മിനിറ്റ് കൂടി കിട്ടുള്ളൂ. SD കാർഡ് സ്റ്റോറേജ് സീന്. ഷൂ മൊത്തം കുടിച്ച് കുളിക്കാനുള്ളതുണ്ടാ.
മുമ്പ് കണ്ട സ്പോട്ട് കൊള്ളാം, അതായത് തെളിച്ചുള്ള വെള്ളമുണ്ട്, കുളിക്കാനൊക്കെ ഉള്ളതുണ്ട്. പക്ഷെ വണ്ടി ഇറക്കാൻ പറ്റൂല. മുമ്പത്തെ അവിടെ വണ്ടി ഇറക്കാൻ നോക്കി കഴിഞ്ഞിട്ടൊന്ന് ചീറ്റിപ്പോയി. അത് കഴിഞ്ഞിട്ടൊന്ന് വണ്ടി പുറത്തേക്ക് തള്ളി എടുക്കായിരുന്നു. അപ്പോഴേക്കും എൻ്റെ ഇൻസ്റ്റാ 360യുടെ ചാർജ് തീർന്നു, ക്യാമറ ഓഫായിപ്പോയി. ബാക്കി വീഡിയോ കിട്ടാൻ പറ്റാത്തൊരവസ്ഥയായി. ഇപ്പം അതേ ഗോപ്രോയിലേക്കൊന്ന് കണക്ട് ചെയ്ത് അതിൽ നിന്ന് വീഡിയോ എടുക്കാൻ നോക്കാം. ക്യാമറ ഇവിടെ ദേ അങ്ങനെ ഞങ്ങളുടെ ബ്ലൂ സ്ട്രീക്സിൻ്റെ ആലുവ അങ്കമാലി ഗ്രൂപ്പാണ്. അവിടെ അങ്ങനെ നമ്മളൊന്ന് കുളിച്ച് ചില്ലടിക്കാൻ അങ്ങനെ പോവാണ്. അങ്ങനെ മാമലക്കണ്ടം പരിപാടിയും കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് തെറിക്കുകയാണ്. ചെറിയൊരു എമർജൻസി വന്ന്, അപ്പോൾ വിചാരിച്ചതിനേക്കാൾ നേരത്തെ ഇറങ്ങേണ്ട അവസ്ഥയായി. അങ്ങനെ ദേ ഞങ്ങളുടെ ബ്ലൂ സ്ട്രീക്സ് റൈഡ് അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനിയും കുറേ രസകരമായ കുറേ വീഡിയോകൾ വരുന്നുണ്ടാവും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അടുത്ത വീഡിയോ വരുന്നവരെ പീസ് ഔട്ട്.